ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സിദ്ധുവിൻ്റെ ഓഫീസിലെത്തി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ദേവികയും മാമച്ചനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച്. മാമച്ചൻ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവനാണ്. അയാളുടെ ബില്ല് പാസ്സാക്കി കൊടുക്കാൻ വേണ്ടി കുറേ ആയി ചേച്ചിയെ വന്ന് അയാൾ കണ്ട് ഭീഷണിപ്പെടുത്താറുണ്ട്. മാമച്ചൻ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവനാണെന്നുള്ളതിൻ്റെ തെളിവ് എല്ലാം തന്നെ ചീഫ് എഞ്ചിനീയർക്ക് ചേച്ചി അയച്ചിട്ടുണ്ട്. സിദ്ധു പറയണേ, അതിനുള്ള പകയൊക്കെ കൂടി തീർത്തതായിരിക്കും അയാൾക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ദേവികയുടെ ജോലി തെറിപ്പിക്കാനുള്ള വഴി അയാൾ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എല്ലാ തെളിവുകളും എത്രയും പെട്ടെന്ന് പ്രിയ നീ എനിക്ക് സംഘടിപ്പിച്ച് തരണം. നീ ചീഫ് എഞ്ചിനീയർക്ക് ദേവിക അയച്ചു കൊടുത്തിട്ടുള്ള ആ റിപ്പോർട്ട് അടക്കം എല്ലാം എനിക്ക് എത്രയും പെട്ടെന്ന് നീ കൊണ്ടുതരണം. നമുക്ക് മുന്നിൽ ഇനി അധികം സമയമില്ല. എത്രയും പെട്ടെന്ന് ദേവികയുടെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു കൊണ്ടുവരണം. പിന്നെ സാക്ഷിയായിട്ട് നീ കൂടി ഉണ്ടാകില്ലേ? അന്ന് ഓഫീസിൽ വന്ന് മാമച്ചൻ പ്രശ്നമുണ്ടാക്കിയതും ഭീഷണിപ്പെടുത്തിയതും എല്ലാം നീ കൂടി കേട്ടതല്ലേ? അപ്പോൾ നീ കൂടി വേണം ഇതിൽ വന്ന് മൊഴി കൊടുക്കാൻ എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയ എത്രയും പെട്ടെന്ന് ആ തെളിവുമായിട്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു പോവാണ്. പിന്നീട് സ്വാമി നല്ല സന്തോഷത്തിൽ ജയശങ്കറിൻ്റെ അടുത്ത് വന്ന് ദേവികയ്ക്ക് നടന്ന കാര്യത്തെക്കുറിച്ച് പറയട്ടോ. അത് കേൾക്കുന്ന ജയശങ്കറിന് ദേവിക അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദേവിക ഇതാരോ ചതിച്ചതാണ്. സ്വാമി പറയണേ, ചതിച്ചതൊന്നുമല്ല, അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കാശ് കിട്ടിയാൽ ആർക്കാണ് വേണ്ട എന്ന് വെക്കുക? നമ്മതിപ്പോൾ ദേവികയ്ക്ക് ഒരുപാട് കാശിൻ്റെ ചെലവ് വരുന്ന സമയമല്ലേ? പാർവതി അമ്മയെ കാണാനില്ല. അത് കഴിഞ്ഞ് സിദ്ധുവുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നു. അതിനൊക്കെ ചെലവുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും കൈക്കൂലി വാങ്ങിയത്. എനിക്കെന്തോ ദേവിക അങ്ങനെ കൈക്കൂലി വാങ്ങിയെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ജയശങ്കർ പറയട്ടോ. പിന്നെ അവൾക്കിത് പ്രൊമോഷൻ പീരീഡാണ്, അതുകൊണ്ട് ജോലി തന്നെ പോവുമല്ലോ. അവളുടെ ജോലി പോവട്ടെ. ഇതിനാണ് സാറിന് വെറുതെ മറ്റുള്ളവരോട് ഇങ്ങനെ സഹതാപം തോന്നുന്നത്. സാറിൻ്റെ സ്വന്തം മോളുടെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടുനിട്ട് നിൽക്കുന്നവളാണ് അവൾക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവളോട് വെറുതെ സഹതാപമൊന്നും സാറിന് വെറുതെ തോന്നേണ്ട. അപ്പോൾ ജയശങ്കർ പറയണ, അങ്ങനെയല്ല, നമുക്കൊരാളെ കുറിച്ച് കുറച്ച് വിലയിരുത്തലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ദേവിക അങ്ങനെ കൈക്കൂലി വാങ്ങുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാമി പറയണ, സാർ അതിന് വിശ്വസിക്കേണ്ട. അവൾ ജയിലിലാകുമല്ലോ, അപ്പോൾ സാറ് വിശ്വസിച്ചാൽ മതി. ജയിലിലായാൽ പിന്നെ ആരാണ് തകരാൻ പോകുന്നത്? ആ സിദ്ധു വക്കീലാണ്. സിദ്ധു വക്കീൽ തകർന്നാൽ നമുക്കും ഗുണമുള്ള കാര്യം. സാറെന്താ ചിന്തിക്കാത്തത്? എനിക്കെന്തോ ദേവിക തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാറ് വിശ്വസിക്കേണ്ട. ആദ്യം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമല്ലോ, അപ്പോൾ സാറ് വിശ്വസിച്ചാൽ മതി. പിന്നീട് സിദ്ധുവിൻ്റെ ഓഫീസിലേക്ക് ചന്ദ്ര ചെല്ലുകയാണ്. എന്നിട്ട് എന്താണാവോ ഇത്ര ധൃതി പിടിച്ച് പഠിക്കുന്നത്? അവളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുമല്ലേ? എന്നെ ശല്യം ചെയ്യാതെ നീ വെറുതെ പോകുന്നുണ്ടോ? ഞാൻ പോവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ വിഷ്ണുവിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. വിഷ്ണുവിൻ്റെ ജാമ്യത്തെക്കുറിച്ച് എന്തായി? വിഷ്ണുവിന് ജാമ്യം കിട്ടിയെന്ന് നിനക്കറിയാലോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അറിയണമെങ്കിൽ എൻ്റെ ജൂനിയറോട് ചോദിച്ചാൽ മതി. ജൂനിയറോ? അത് പറ്റില്ല, അതുവട്ടം തന്നെ നോക്കണം. ഞാൻ നോക്കേണ്ട ആവശ്യമല്ല. ജാമ്യം കിട്ടിയ കേസായതുകൊണ്ട് എൻ്റെ ജൂനിയർ നോക്കിയാലും മതി. 2 ജാമ്യം നിൽക്കാൻ ആളുകളും 50,000 രൂപയും അതുമാത്രം മതി പുറത്തിറങ്ങാൻ. അത് കേട്ടപ്പോൾ ചന്ദ്ര ഒട്ടും സമ്മതിക്കുന്നില്ല. പറ്റില്ല, കോടതിയിലേക്ക് സിദ്ധുവട്ടം തന്നെ വരണം. അപ്പോൾ സിദ്ധു പറയണ, അങ്ങനെയാണെങ്കിൽ നീ ഇത്രയ്ക്ക് വാശി പിടിക്കുകയാണെങ്കിൽ അവൻ്റെ ജാമ്യം വരെ റദ്ദാവാൻ സാധ്യതയുണ്ട്. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടും നിന്റെ വാശി കൊണ്ടും വിഷ്ണുവിന് ജാമ്യം ക്യാൻസലായ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ സിദ്ധുവേട്ടന് എന്നെക്കാളും വലുതാണോ ആ ദേവിക? ആ കൈക്കൂലിക്കാരി ദേവിക? അതേടി, നിന്നേക്കാളും വലുത് തന്നെയാണ് എനിക്കെൻ്റെ ദേവിക. പിന്നെ നീ കൈക്കൂലിക്കാരി എന്ന് ദേവികയെ വിളിച്ചില്ലേ? ഒരിക്കലും എൻ്റെ ദേവിക കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ എന്തിനാണാവോ അവളെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ? അത് തെറ്റായ ഒരു ധാരണ കൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്ത് വിജിലൻസുകാർ കൊണ്ടുപോയത്. അത് തെറ്റായിരുന്നു എന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കുകയും ദേവികയെ പുഷ്പം പോലെ ഇറക്കി കൊണ്ടുവരികയും ചെയ്യും. അത് നീ കാത്തിരുന്ന് കണ്ടോ. അവൾ ഒരിക്കലും ജാമ്യം കിട്ടി പുറത്തു വരില്ല. അവൾ അകത്ത് പോവുക തന്നെ ചെയ്യും. ഇപ്പം ഇങ്ങനെ രോക്ഷത്തോടുകൂടിയും സംസാരിക്കുന്നത് ഉള്ളിലെ കാമുകനാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അവൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ല. അവൾ അഴിമതി കേസിലാണ് ഇപ്പോൾ അകത്തായിട്ടുള്ളത്. അവൾക്ക് ജാമ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ചന്ദ്ര ഇറങ്ങി പോകുന്നത്. പിന്നീട് സിദ്ധു ദേവികയുടെ അടുത്തേക്ക് ചെല്ലാൻ പോവാട്ടോ. അപ്പോൾ അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. എന്താ വക്കീലെ ഇവിടെ? അല്ല, എനിക്ക് ദേവികയെ പുറത്തിറക്കാൻ വേണ്ടി മെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ പോലീസ്, ഇല്ല ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. വെറുതെ വക്കീൽ ഇവിടെ നിൽക്കണ്ട, വക്കീൽ പോവാൻ നോക്ക്. സിദ്ധുവിനെ പോലീസ് അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഈ സമയം ദേവികയോട് സ്ട്രേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. ദേവികയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക കാര്യങ്ങളൊക്കെ വിശദമായി പറയുകയാണ്. അപ്പോൾ ശരത്തും ഒപ്പം ഉണ്ട്. എന്നിട്ട് ദേവിക പറയണേ, ഇതെന്നെ ചതിച്ചതാണ്. മാമച്ചനും ശരത്തും കൂടിയാണ് എന്നെ ചതിച്ചത്. മാമച്ചൻ പാലം പണിയിൽ വൻ ക്രമക്കേടുകളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു ബില്ല് പോലും പാസ്സാക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ദേഷ്യമാണ് അയാൾ ഇപ്പോൾ എന്നോട് തീർക്കുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ അയാളുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയോ?
പറഞ്ഞു, ഇല്ല ഞാൻ കാശ് വാങ്ങിയിട്ടില്ല. വാങ്ങിയെന്നാണല്ലോ ഇതിൽ എഴുതിയിട്ടുള്ളത്. അത് ചതിയാണ് മാഡം. ശരത് എന്ന് പറഞ്ഞവനെ സ്വാധീനിച്ചിട്ടാണ് ആ മാമച്ചൻ എന്നെ കുടുക്കിയിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നവനാണ് ഈ നിൽക്കുന്ന ശരത്ത്. അതിനുള്ള വാടകയാണെന്നും പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ആ നോട്ട് ഇവൻ കൊണ്ടുതന്നത്. മുന്നും പിന്നും നോക്കാതെ ഇവൻ അത് കൊണ്ടു തന്നപ്പോൾ ഞാൻ അത് വാങ്ങി എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, അല്ല കോടതി ഇതെങ്ങനെ വിശ്വസിക്കും? ദേവിക പറയണ, മാഡം ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അമ്മച്ചൻ്റെ കയ്യിൽ നിന്നും ഞാൻ കൈക്കൂലി വാങ്ങി എന്നുള്ളതാണല്ലോ കേസ്. അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആ ഫയൽ ഒപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ. ഞാനത് ചെയ്തിട്ടുമില്ല. പിന്നെ മുകളിലേക്ക് അയാൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരാണെന്നുള്ളതിന് ഞാൻ തെളിവ് സഹിതം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മേലുദ്യോഗസ്ഥന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സർവീസിൽ കയറിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഭർത്താവ് മരിച്ചത് കൊണ്ടുള്ള ആശ്രിത നിയമത്തോടു കൂടിയുള്ള ജോലിയാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും കൈക്കൂലി വാങ്ങില്ല മാഡം. എനിക്കിരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാം. ഞാൻ അത് ഒരിക്കലും കളങ്കപ്പെടുത്തില്ല. എൻ്റെ നിരപരാധിത്വം കോടതി പരിഗണിക്കണമെന്ന് കൈകൂപ്പിയിട്ടാണ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് ദേവിക പറയുന്നത്. ശരത്തിനെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. അതിനുള്ള കനിവ് കോടതി എന്നോട് കാണിക്കണം എന്ന് കൈകൂപ്പിയിട്ട് പറയുകയാണ് കേട്ടോ. അതോടുകൂടി മജിസ്ട്രേറ്റിന് ശരത്തിനെ ദേഷ്യത്തിൽ നോക്കുകയാണ്. പ്ലീസ് മാഡം എന്ന് പറഞ്ഞതോടുകൂടി മജിസ്ട്രേറ്റ് പറയുകയാണ്, ശരത്തിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങ് പറയുകയാണ് കേട്ടോ. പിന്നെ ഈ ഫയൽ റദ്ദാക്കുകയാണ്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് കോടതിക്ക് ദേവിക നിരപരാധിയാണെന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ദേവികയെ കൊടുക്കാൻ നോക്കിയതാണെന്നുള്ളതും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശരത് എന്ന വ്യക്തിയാണ് ഇതിലെ യഥാർത്ഥ പ്രതി എന്നുള്ളത് കോടതിക്ക് മനസ്സിലായ സ്ഥിതിക്ക് വേണ്ട തെളിവുകളെല്ലാം ഹാജരാക്കുന്നത് വരെ 14 ദിവസത്തേക്ക് ശരത്തിനെ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിടുന്നു. കേട്ടതോടുകൂടി ശരത് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവികയാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യാണ്. ഈ സമയം പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയും വരികയാണ് കേട്ടോ. എന്നിട്ട് സിദ്ധുവിനെ പരിഹസിച്ചുകൊണ്ട് ചന്ദ്ര സംസാരിക്കുകയാണ്. എന്താ സങ്കടത്തോടു കൂടി നിൽക്കുന്നത് സിദ്ധു? ഇനിയിപ്പോൾ കാമുകയെ പുറത്തിറക്കാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിലാണോ? കാമുക അകത്താകുമ്പോൾ എൻ്റെ വിഷ്ണു ഇന്ന് പുറത്തിറങ്ങുന്ന ദിവസവുമാണ്. പരം സന്തോഷം എനിക്കിന്ന് ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിദ്ധു പറയണേ, കോടതി ഇനിയുമുണ്ടല്ലോ, അവിടെ ഞാൻ ഫൈറ്റ് ചെയ്തോളാം. അപ്പോൾ ചന്ദ്ര പറയണേ, എനിക്ക് സിദ്ധുവേട്ടനെ കുറിച്ച് ഓർത്ത് സഹതാപമാണ് തോന്നുന്നത്. ഇതിനാ സിദ്ധുവേട്ട വെറുതെ ദേവികയ്ക്ക് വേണ്ടി ഇങ്ങനെ സമയവും നേരവും ഒക്കെ കളയുന്നത്? എത്ര പ്രഗത്ഭനായ വക്കീലാണ് സിദ്ധുവേട്ടൻ. എന്നിട്ട് ഇവിടുത്തെ പോലീസുകാർ പോലും വക്കീലായ സിദ്ധുവേട്ടനെ അകത്ത് കയറ്റിയില്ലല്ലോ. എന്തിനാണ് സിദ്ധുവേട്ടൻ വെറുതെ അവൾക്ക് വേണ്ടി എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ നാണം കെടുന്നത്? നമ്മൾ എന്തായാലും പിരിയാൻ പോവുകയാണ്. പക്ഷെ ഒരിക്കലും ആ ദേവികയെ സിദ്ധുവേട്ടൻ കല്യാണം കഴിക്കരുത്. സിദ്ധുവേട്ടന് അവളെക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും. ഇല്ലടി, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ദേവിക എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ പച്ച കുത്തിയതുപോലെ അവിടെ കിടക്കുകയാണ്. അതൊന്നും മായ്ക്കാൻ നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ കല്യാണമുണ്ടെങ്കിൽ അത് ദേവിക മാത്രമായിരിക്കും, അല്ലാതെ നിന്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നത്, എങ്കിൽ അനുഭവിച്ചോ. എന്താ അവരെ കാണാത്തത്? നടപടിക്രമങ്ങളൊക്കെ പെട്ടെന്ന് കഴിയേണ്ടതാണല്ലോ. അവർ പുറത്തു വരുന്നില്ലല്ലോ. ഒരുപക്ഷെ ദേവികയെ ജഡ്ജ് നിർത്തിപ്പൊരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും അവളുടെ ജോലിയും പോവും. അപ്പോൾ സിദ്ധുവിന് ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നാണ്. അപ്പോൾ ഈ ഗൂഢാലോചനയിൽ നിനക്കും പങ്കുമുണ്ടല്ലേ? നീ കൂടി ചേർന്നിട്ടാണല്ലേ എൻ്റെ ദേവികയെ ഇങ്ങനെ കുടുക്കിയത്? അപ്പോൾ ചന്ദ്ര പറയണേ, എനിക്കിതിൽ പങ്കൊന്നുമില്ല. പക്ഷേ ദേവിക അകത്തു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം അവൾ നരകിക്കുന്നത് കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ സിദ്ധു പറയണ, അവളല്ല നരകിക്കാൻ പോകുന്നത്, നീ ആയിരിക്കും. ദേവിക ഒരിക്കലും കഷ്ടപ്പെടില്ലാണോ? എങ്കിലിപ്പോൾ നമുക്ക് കാണാലോ, എത്രയും പെട്ടെന്ന് ദേവികയുമായി പോലീസുകാർ വരുന്നതും കോടതിയിൽ ഇനി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ പിന്നെ ആരാണ് കഷ്ടപ്പെടുന്നത്, ഞാനാണോ അവളാണോ? എനിക്കെന്തായാലും ഇങ്ങനെയുള്ള അവസ്ഥയൊന്നും വരില്ല. അപ്പോൾ ദേവികയെക്കുറിച്ച് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടും കൈക്കൂലിക്കാരി എന്നൊക്കെ എടുത്തിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ സിദ്ധുവിന് നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. അങ്ങനെ സിദ്ധു അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും ദേവിക പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവികയുടെ അടുത്തേക്ക് ചന്ദ്ര ചെല്ലുകയാണ്. എന്നിട്ട് ദേവികയോട് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കാൻ, അല്ല നീ എന്താ തനിച്ച്? പിന്നെ ആര്? അല്ല നിന്നോടൊപ്പം ഓഫീസർമാരില്ലേ? അവരുണ്ട്, അവർ പുറകെ വരും. എന്താ അവർ പുറകെ വരുന്നത്? നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നില്ല? എന്നെയല്ല കൊണ്ടുപോകുന്നത്, നിന്റെ സുഹൃത്തില്ലേ, നിന്റെ സുഹൃത്ത് ശരത്തിനെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ്. ദേവിക പറയണേ, ഇങ്ങനെ ചില കാര്യങ്ങളും കോടതിയിൽ സംഭവിക്കാറുണ്ട്, പ്രതീക്ഷിക്കാത്തതാണ് സംഭവിക്കുക. എന്തായാലും എൻ്റെ നിരപരാധിത്വം കോടതിക്ക് തെളിയിക്കപ്പെട്ടു. ആരാണ് യഥാർത്ഥ പ്രതി എന്നുള്ളതും കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് ശരത്തിനെ ഇപ്പോൾ പോലീസുകാരൊക്കെ കൊണ്ടുവരും, ജയിലിലേക്ക് കൊണ്ടുപോകാൻ. നിനക്ക് കൺകുളിർക്കെ കാണാം, നിന്റെ കൂട്ടുകാരനല്ലേ. അപ്പോഴത്തേക്കും സിദ്ധു അവിടേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല എന്ന് പറയുമ്പോൾ, ഞാനും ഒരു പൊടിക്ക് ചെറിയൊരു വക്കീലാണ് സിദ്ധു, കോട്ടും ബിരുദവും ഒന്നും ഇല്ല എന്നേ ഉള്ളൂ. ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ദേവികയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയണേ എന്നുള്ളത്. ഇപ്പം മനസ്സിലായില്ലേ ചന്ദ്രേ, നീതിയും ന്യായവും ഒക്കെ ഉണ്ട് എന്ന്. ഒരിക്കലും ഒരു നിരപരാധിയെ കൊടുക്കാൻ ഒരിക്കലും നീതി ദേവത അതിന് കൂട്ടു നിൽക്കില്ല. ഇപ്പം നിനക്കത് മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും ശരത്തുമായി വിജിലൻസ് ഓഫീസർമാർ വരികയാണ്
കേട്ടോ. അപ്പോൾ ശരത്ത് എന്ന് ചന്ദ്ര വിളിക്കുമ്പോൾ എന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ നോക്ക്, അതിനുള്ള വഴി നോക്ക് ചന്ദ്ര. ഇറങ്ങിയിട്ട് വേണം എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരോടൊക്കെ എനിക്ക് പകരം ചോദിക്കാനേ എന്ന് ദേവികയെ ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് കേട്ടോ ശരത്ത് പറയുന്നത്. അപ്പോൾ ദേവിക പറയണേ, നിന്റെ കാലം കഴിഞ്ഞു എന്നുള്ളതിനുള്ള സൂചനയാണ് ശരത്തെ ഇപ്പോൾ നടക്കുന്നത്. നിന്റെ നിരപരാധിത്വം നിനക്ക് കോടതിയിൽ തെളിയിക്കാം. നീ നിരപരാധി അല്ല എന്നുള്ളത് തെളിയിക്കാൻ എൻ്റെ വക്കീലും ഉണ്ടാവും അവിടെ. അപ്പോൾ നീ എന്തായാലും ചെല്ല്, നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും അവിടെ ജയിലിൽ എന്ന് പരിഹസിച്ചുകൊണ്ട് പറയുമ്പോൾ, ആടി നമുക്ക് കാണാടി, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ഇവിടെ കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നുള്ളത് നീ കരുതണ്ട എന്ന് പറയട്ടോ. അങ്ങനെ ശരത്തിനെയും കൊണ്ട് പോലീസുകാർ അവിടെ നിന്നും പോവാണ് കേട്ടോ. എന്നിട്ട് സിദ്ധു പറയണേ, എന്നാ ദേവിക നമുക്ക് പോവാം, ഞാൻ നിന്നെ വീട്ടിലാക്കാം. അത് കേട്ടപ്പോൾ ചന്ദ്ര പറയണേ, സിദ്ധു പോയാൽ എങ്ങനെ ശരിയാവും, ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഇവിടെ ആരെങ്കിലും വേണമെന്നോ? എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്താ സിദ്ധു ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? എൻ്റെ വിഷ്ണുവിനെ ഇന്ന് പുറത്തിറക്കേണ്ട ദിവസമല്ലേ? അതെ, ഞാനാണ് ജാമ്യം എടുത്തതെങ്കിൽ എനിക്കറിയാം എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. വിഷ്ണുവിൻ്റെ കാര്യം തീരുമാനിക്കാൻ എൻ്റെ ജൂനിയർ ഉണ്ട് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നീ എന്താണ് കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞത്? എൻ്റെ കൂട്ടുകാരൻ പുറത്തിറങ്ങുമ്പോൾ വേറൊരാൾ അകത്ത് പോകുന്നു, അതെനിക്ക് ഒരുപാട് സന്തോഷമെന്നല്ലേ? ഇപ്പോഴും നിനക്ക് സന്തോഷിക്കാം. നിൻ്റെ കൂട്ടുകാരൻ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു കൂട്ടുകാരൻ അകത്താവുകയല്ലേ, അപ്പോൾ നിനക്ക് സന്തോഷിച്ചൂടെ? അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഇവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ആരും കരുതണ്ട. അപ്പോൾ ദേവിക പറയണേ, കൂട്ടുകാരനല്ല, വെറും കൂട്ടുകാരനല്ല, അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് ചന്ദ്രയ്ക്ക് പുറത്തിറങ്ങാൻ പോകുന്നത്. വിഷ്ണു വെറും കൂട്ടുകാരനല്ല എന്ന് അർത്ഥം വെച്ചുകൊണ്ട് പറയുമ്പോൾ പെട്ടെന്ന് ചന്ദ്ര അങ്ങ് പേടിക്കാൻ കേട്ടോ. എന്നിട്ട് എന്താ നീ പറഞ്ഞത്? എനിക്ക് നീ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. നിനക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോഴത്തേക്കും വാദി പ്രതിയായി കഴിഞ്ഞിട്ടുണ്ടാവും ചന്ദ്ര. അപ്പോൾ ചന്ദ്ര പറയണേ, നീ വല്ലാതെ സന്തോഷിക്കേണ്ട. ശരത്ത് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലാനുള്ള ദേഷ്യത്തിലായിരിക്കും ശരത്ത് പുറത്തിറങ്ങാൻ പോകുന്നത്. അതിന് അവൻ പുറത്തിറങ്ങുമോ ചന്ദ്ര? ജയിലിലെ അവസ്ഥ നിനക്ക് എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാലോ. ഏതെങ്കിലും ഒരുത്തൻ്റെ കൈ ഇരയാകേണ്ടി വരുമോ ശരത്തിന്? ഏതെങ്കിലും ഒരുത്തൻ്റെ കത്തിക്ക് ഇരയാകുമോ ശരത്ത്? അത് കേട്ടപ്പോൾ ചന്ദ്ര പറയണേ, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കുകയുമില്ല. ഇവിടം കൊണ്ടൊന്നും ഒന്നും അവസാനിച്ചിട്ടില്ല. ശരത്ത് പുറത്തിറങ്ങുക തന്നെ ചെയ്യും, എന്നിട്ട് നിങ്ങളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും. ചന്ദ്ര പറയുമ്പോൾ ദേവിക അതെല്ലാം ഒന്ന് പുഞ്ചിരിയോട് കൂടിയാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെ സിദ്ധുവും ദേവികയും വീട്ടിലേക്ക് പോവുകയാണ്.